കോഴിക്കോട് KSRTC ബസിന്റെ ഗ്ലാസ് അടിച്ചു തകർത്ത ഒരു യുവതിയുടെ ദൃശ്യങ്ങൾ ഇതിനോടകം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതായത് താൻ പറഞ്ഞ സ്ഥലത്ത് ബസ് നിർത്തിയില്ല എന്നതിൽ പ്രകോപിതയായാണ് യുവതി ബസിന്റെ ചില്ലടിച്ചു തകർത്തത്. സംഭവത്തിൽ യുവതിയിൽ നിന്നും KSRTC അധികൃതർ 25,000 രൂപ പിഴ ഈടാക്കി പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. അതേസമയം യുവതിക്കെതിരെ വ്യാപകമായ സൈബർ അധിക്ഷേപമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നതായി യുവതി പറയുന്നു. നിങ്ങൾക്ക് ഇവിടെ ഷോപ്പുള്ളവര് തിരക്കും. പിഴ അടച്ചു. അവർക്ക് എനിക്കും കംപ്ലൈന്റ് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മളത് സോൾവ് ആക്കിയിട്ടുള്ള കേസായിരുന്നു. ഇന്നലെയാണ് സോഷ്യൽ മീഡിയയിൽ അത് ആരോ ഒരു പേജിൽ പ്രൈവറ്റ് ബസിന്റെ പേജിൽ അതിട്ട് വൈറലായി. ബാക്കിയുള്ള കേരളത്തിലുള്ള എല്ലാവരും അത് എടുത്തിട്ട് ഇപ്പം സൈബർ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ഇത് ഇനിയും കൂടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനിത് ഫസ്റ്റ് ഇട്ടിട്ടുള്ള പേജിൽ എൻ്റെ കൺസെന്റ് വിത്തൗട്ട് കൺസെന്റ് ഇത് ഇട്ടിട്ടുള്ള ആൾക്കാർക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളെ വ്യക്തിഹത്യ മാനഹാനി ചെയ്യാനോ ഏതൊരാൾക്കും ഇവിടെ റൈറ്റ് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ഭയങ്കര രൂക്ഷമായിട്ട് എനിക്ക് എൻ്റെ ഫാമിലി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ന്യൂസ് 18നോട് സംസാരിച്ചപ്പോൾ ഈ യുവതി മുംതാസ് പറഞ്ഞത് തനിക്ക് തെറ്റുപറ്റി, അത് താൻ ഉൾക്കൊള്ളുന്നുണ്ട്, പിഴ ഈടാക്കി പിന്നീട് വിട്ടയച്ചു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി സൈബർ ബുള്ളിങ് നടക്കുന്നു, തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു, തൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് മോശമായി പരാമർശങ്ങൾ നടത്തുന്നു. ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മുംതാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പരിധിവരെ അത് ഒരു വസ്തുതയാണ്. കാരണം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം ഒരു സ്ത്രീയെ പൊതുമധ്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നൊരു പ്രവണത അംഗീകരിക്കാൻ കഴിയാത്തതല്ലേ? എന്തായാലും യുവതി നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ അതൊരു പരിധിവരെ നിലനിൽക്കുമെന്ന് തന്നെ കരുതാമല്ലേ? ആ കേസ് അല്ലെങ്കിൽ ആ പരാതി നിലനിൽക്കുമെന്ന് കരുതാമല്ലേ അനീഷ്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആസ്പദമായ ഈ ദൃശ്യങ്ങൾക്കും ഈ പരാതി കൊടുക്കാൻ തയ്യാറെടുക്കുന്നതിനും ആസ്പദമായ സംഭവങ്ങൾ ഉണ്ടായത്. കോഴിക്കോട്ട് മിംസിന് സമീപത്ത് വെച്ച് ബസ് നിർത്തണമെന്ന് ഈ യുവതി ആവശ്യപ്പെടുകയും എന്നാൽ ഈ ഡീലക്സ് വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ പ്രീമിയം വിഭാഗത്തിലുള്ള ഒരു ബസ്സായിരുന്നു. അതുകൊണ്ട് പരിമിതമായ സ്റ്റോപ്പുകൾ മാത്രമാണ് ആ ബസ്സിനുള്ളത്. പക്ഷേ ഈ യുവതിയുടെ അഭ്യർത്ഥന മാനിക്കാൻ തയ്യാറായില്ല. അഭ്യർത്ഥന എന്ന രീതിയിലായില്ല, അല്പം ഭീഷണി കലർന്ന ഒരു സ്വരത്തിൽ തന്നെയായിരുന്നു ആ യുവതി ആ ബസ് ജീവനക്കാരോട് സംസാരിച്ചത്. ഒപ്പം അവരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുകയും ഏറ്റവും ഒടുവിൽ ആണ് ഈ അടിയന്തര രക്ഷാ കവാടത്തിന് അവിടെ ഉള്ള ചുറ്റിക ഉപയോഗിച്ച് അതിൻ്റെ ഗ്ലാസ് തകർക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അപ്പോൾ തന്നെ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പോലീസുകാരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയപ്പോൾ തന്നെ ആ യുവതിക്ക് ആ തെറ്റ് മനസ്സിലായി എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലൊരു ക്ഷുഭിതമായ പെരുമാറ്റം തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. തനിക്ക് ഈ ശുചിമുറിയിലൊക്കെ പോകാൻ അത്യാവശ്യമായി നിന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ വളരെ തിടുക്കപ്പെട്ട ഒരു പെരുമാറ്റം തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് പിന്നീട് സമൂഹ മാധ്യമത്തിൽ ആ കുട്ടി നൽകിയ വിശദീകരണം. അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഈ ചില്ല് പൊട്ടിച്ചതിൻ്റെ ഒരു നഷ്ടപരിഹാരം, ഒപ്പം വാഹനം താമസിച്ചതിൻ്റെ ഒക്കെ ചേർത്ത് ഒരു 25,000 രൂപ ഈടാക്കാമെന്ന് അല്ലെങ്കിൽ നൽകാമെന്ന് ആ കുട്ടി സമ്മതിക്കുകയും ആ പണം നൽകുകയുമായിരുന്നു. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ വീഡിയോ ഒക്കെ പ്രചരിക്കുമ്പോൾ അതൊരു ബോധവൽക്കരണം എന്ന രീതിയിലൊക്കെ ആദ്യഘട്ടത്തിൽ വേണമെങ്കിൽ അതിനെ പരിഗണിക്കാം. കാരണം ഒരു യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ
രീതിയിലുള്ള പെരുമാറ്റം ജീവനക്കാരോട് പാടുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായ മാന്യതകൾ ആ സമയത്ത് പാലിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കാം. കേവലം 10-20 രൂപ കൊടുത്താൽ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി മിംസിലേക്ക് എത്താൻ കഴിയുക 25,000 രൂപ അടയ്ക്കേണ്ടി വന്നു എന്നുള്ള രീതിയിൽ സരസമായ ട്രോളുകളും ആ രീതിയിലുള്ള വിമർശനങ്ങളെയും ഒക്കെ നമുക്ക് ആ രീതിയിൽ കാണാം. പക്ഷേ അത് ഒരു പരിധി കടന്ന് അതിനെ ക്രൂരമായ ഒരു വിമർശനത്തിന് വിധേയമാക്കുന്നു. താൻ ചെയ്ത തെറ്റ് ആ കുട്ടി അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് ആ പണം അടച്ച് അവിടെ നിന്നും പോകാൻ തയ്യാറെടുക്കുകയും വാഹനത്തിലുള്ളവർക്കും അല്ലെങ്കിൽ KSRTCയിലെ ജീവനക്കാർക്കും പരാതി ഇല്ല, ആ കുട്ടിക്കും പിന്നീട് യാതൊരു പരാതിയുമില്ല എന്നൊക്കെ എഴുതി വളരെ രമ്യമായ രീതിയിൽ പരിഹരിക്കപ്പെട്ട ഒരു സാധനമാണ്. എന്തായാലും ആ സംഭവങ്ങൾക്ക് തുടർച്ചയായി പിന്നീടാണ് അത് സമൂഹ മാധ്യമത്തിൽ ഒരു പേജിൽ ഒരു പോസ്റ്റായി വരികയും അത് സമൂഹ മാധ്യമം ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തത്. പക്ഷേ ആ ഘട്ടത്തിലും എങ്ങനെ ധാർഷ്ട്യമില്ലാതെ ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ പോകുമ്പോൾ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ പരിധി കടക്കുകയും അവർ വലിയ വിലയുള്ള ബാഗ് കയ്യിൽ പിടിച്ച് തട്ടമിട്ട ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ധാർഷ്ട്യം പുലർന്ന ഒരു പെരുമാറ്റം നടത്തുന്നു എന്ന രീതിയിലേക്കൊക്കെ വിമർശനങ്ങൾ വരികയും ചെയ്യുന്നു. അസഹിഷ്ണുതയോടെ പെരുമാറുന്ന അല്ലെങ്കിൽ ഒരാളോട് പ്രകോപനപരമായി പെരുമാറുന്നതിന് തട്ടമുണ്ടോ തട്ടമില്ലയോ എന്നൊന്നും ഒരു ഘടകമല്ല. പക്ഷേ ആ രീതിയിൽ ഒരു വർഗീയ ചുവയോടുകൂടിയുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ അവർക്ക് നേരെ ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഈ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളൊക്കെ ചേർത്ത് ഈ DYFI നേതാവിൻ്റെ ഭാര്യയാണ് എന്ന രീതിയിലും നിയുക്ത MLAയുടെ പുത്രിയാണ് എന്നൊക്കെ രീതിയിലുള്ള പല തരത്തിലുള്ള ആളുകളുമായി ചേർത്ത് ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേരുകളുമായി ചേർത്തൊക്കെ ഇവരെ വലിയ രീതിയിൽ അപഹസിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ആദ്യഘട്ടത്തിൽ ഒരു ദാർഢ്യം നിറഞ്ഞ ഒരു യുവതിയുടെ പെരുമാറ്റത്തിനുള്ള വിമർശനം എന്നതിനപ്പുറം മറ്റു പല തലങ്ങളിലേക്കും ഇപ്പോൾ വിമർശനങ്ങൾ നീളുന്നുണ്ട്. അത് തീർച്ചയായും ഒരു സൈബർ ബുള്ളിങ് തന്നെയാണ്. ഒരു യുവതിയെ കടന്നാക്രമിക്കുന്നതിനാണ്. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി, അവരതിനുള്ള പിഴയും അടച്ച് തനിക്ക് തെറ്റുപറ്റിയെന്ന് അവർ ഇപ്പോഴും സമ്മതിക്കുന്നുമുണ്ട്. അല്ലാതെ തീർച്ചയായും അനീഷ്, അതാണ് കാരണം അവരൊരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ആ യുവതി ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ കയറിയാണ് തനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, അത് പ്രത്യേകിച്ചും KSRTCയുടെ സൂപ്പർ ഡീലക്സ് ബസ്സാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ബസ്സിൽ ലിമിറ്റഡ് സ്റ്റോപ്പുകളേ ഉള്ളൂ. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, അവർ പറയുന്ന സ്ഥലത്ത് ബസ് നിർത്തിയില്ല. അതിലാണ് പ്രകോപിതയായത്. പിന്നീട് വലിയ രീതിയിൽ മറ്റ് യാത്രക്കാരെ അടക്കം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് കണ്ടക്ടറും അതോടൊപ്പം മറ്റ് യാത്രക്കാരും ആ യുവതിയുടെ ദൃശ്യങ്ങളും പകർത്തുന്നത്. അതിലും തെറ്റു പറയാൻ കഴിയില്ല. പക്ഷെ ആ കേസ് സെറ്റിൽ ചെയ്യുന്നു. അതിനുശേഷം അവരുടെ ദൃശ്യങ്ങൾ വേണം. കാരണം ഇതുപോലെ ആരും ചെയ്യരുത്, അതൊരു തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണമെങ്കിൽ ആ ദൃശ്യം പുറത്തുവിടാം. കാരണം അത് പക്ഷെ അവർ സ്ത്രീയാണ്. അവരുടെ ഒരു കൺസെൻറ്റ് ഇല്ലാതെ ആ ദൃശ്യം പകർത്തുന്നത് തെറ്റാണ്. നിയമ നടപടികൾ ഉണ്ടാകാം. സ്വാഭാവികമായും ആരൊക്കെയാണ് ഈ ദൃശ്യം പ്രചരിപ്പിച്ചത്, ആദ്യമായി അപ്ലോഡ് ചെയ്ത ഫേസ്ബുക്ക് പേജ് അടക്കം അവർ പരിശോധിക്കുന്നുണ്ട്. യുവതി എന്തായാലും കടുത്ത നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ പല സാഹചര്യങ്ങളിലും ആളുകൾ പെരുമാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഈ കുട്ടി പറയുന്നത് തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം KSRTC ജീവനക്കാരൊക്കെ പഴയ പോലൊന്നുമല്ല. നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോൾ പതിവായി KSRTCയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ തികച്ചും ഒരു അനുകൂലമായ നിലപാട് തന്നെയാണ്. പ്രത്യേകിച്ചും സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ ഇത്തരം യാത്രാമധ്യേ ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അത് കൃത്യമായി നിർത്തി നൽകുന്ന ആളാണ്. നമ്മൾ അടുത്ത കാലത്ത് തന്നെയാണ് ചേർത്തല ഭാഗത്തോ മറ്റാണെന്ന് തോന്നുന്നു, കൊച്ചിയിൽ നിന്നൊക്കെ വിവരങ്ങൾ വന്നതാണ്. രാത്രിയിൽ ഒരു KSRTC ബസ്സിൽ ഒരു പെൺകുട്ടി യാത്ര ചെയ്യുമ്പോൾ അവരുടെ വീട്ടുകാർ ആ ബസ്സിനടുത്തേക്ക് എത്താൻ വൈകുന്നുവെന്ന് അറിയിച്ചപ്പോൾ ആ ബസ് ജീവനക്കാർ ഒന്നടങ്കം ആ ബസ്സിലെ യാത്രക്കാരുടെ കൂടി അനുമതിയോടുകൂടി അവിടെ നിൽക്കുകയും ആ പെൺകുട്ടിയുടെ കുടുംബം വന്ന ശേഷം അവർ വാഹനത്തിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം യാത്ര തുടരുകയും ചെയ്ത സാഹചര്യം. ഞാൻ തന്നെ കോട്ടയത്തേക്ക് പോകുന്ന വഴിയിൽ കൂത്താട്ടുകുളം ഭാഗത്ത് വെച്ച് ഒരു യാത്രക്കാരൻ ഒരു വഴിയരികിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു. ഒരു വഴിയുടെ ഒരുപാട് വശത്തേക്ക് ചേർന്നാണ് കിടക്കുന്നത്. ഒരു പ്രഥമ ദൃഷ്ട്യാ ആളുകൾ പോകുമ്പോൾ ആ അപകടത്തിൽപ്പെട്ടവരെ കാണത്തു പോലുമില്ല. ഒരു യുവാവ് വഴിയരികിൽ കിടക്കുന്നു, മറ്റൊരാൾ വഴിയുടെ ഒരു വശത്തേക്ക് കിടക്കുന്നു. ഒരുപക്ഷെ വലിയ വാഹനങ്ങളൊക്കെ വന്നാൽ കാണുക പോലും ചെയ്യാതെ ഇവരുടെ മേലെ കയറിപ്പോകാനുള്ള സാഹചര്യം. അത്തരമൊരു ഘട്ടത്തിലും ഒരുപാട് വാഹനങ്ങൾ നിർത്താതെ പോയെന്ന് അവർ തന്നെ പിന്നീട് പറഞ്ഞു. അങ്ങനെ ഒരു സമയത്ത് പോലും ഒരു KSRTC ഡ്രൈവറുടെ, ഞാൻ കൂടി ഉണ്ടായിരുന്ന ഒരു KSRTC ഡ്രൈവറുടെ കണ്ണിൽ അത് പെടുകയും അവിടെ നിർത്തുകയും അവിടെ നിന്നും പോലീസിനെ വിളിക്കുന്നു, മറ്റു ആംബുലൻസ് വിളിക്കുന്നു. അങ്ങനെ ആ കുട്ടികൾക്ക് ചികിത്സ ഉറപ്പാക്കി
ഒഴിവാക്കി ശേഷം പിന്നീട് അവർ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നവർ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയൊക്കെ പറ്റും. അങ്ങനെ വളരെ അനുകൂലമായ ഒരു പോസിറ്റീവ് ഇടപെടലുകൾ പലയിടത്തും KSRTC അതാണ് അനീഷ് സൂചിപ്പിച്ചതുപോലെ വളരെ മാന്യമായി പെരുമാറുന്ന KSRTC ജീവനക്കാരുണ്ട്. പൊതുവെ അവരോട് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. നമുക്കൊരു അത്യാവശ്യ ഘട്ടമാണെങ്കിൽ മാന്യമായി ഒരു അഭ്യർത്ഥനയുടെ രൂപത്തിൽ കാര്യം ആവശ്യപ്പെടാം, അവരെ നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താറുണ്ട്. പക്ഷേ ആ യുവതിയുടെ ഭാഗത്തുണ്ടായ തെറ്റിതാണ്, വീഴ്ചയിതാണ്. അവരെ പ്രകോപിപ്പിക്കുന്നു, അവരോട് ദേഷ്യപ്പെടുന്നു, തനിക്ക് നിർത്തണം, ഈ വാഹനം ഇവിടെ നിർത്തണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നു, അവരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നു. അതാണ്. പക്ഷേ യുവതി ഇപ്പോൾ എന്തായാലും ആ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളൊക്കെ ഈ യുവതിയുടെ അനുഭവം പരിശോധിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. കാരണം ഏതൊരാവശ്യവും വളരെ സംയമനത്തോടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതാരും നടത്തി തരും. പക്ഷേ ഇങ്ങനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുമെന്ന് തന്നെയാണ് ഈ KSRTCയിലെ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.